ഇസ്രായേലിലെ കണ്ണ് എപ്പോഴും ഉള്ള ഇറാൻ ആണവ കേന്ദ്രമാണ് ബുഷ്ഹർ. ബുഷ്ഹർ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഉയരുകയാണ്. ബുഷ്ഹർ പദ്ധതി ഷെഡ്യൂളുകൾക്ക് അനുസൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നതിനാൽ ബുഷ്ഹർ ആണവ നിലയത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും യൂണിറ്റുകളുടെ സംയുക്ത ഭൗതിക പുരോഗതി 18% എത്തി എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ഡിസൈൻ, എഞ്ചിനീയറിംഗ്, ഉപകരണ നിർമ്മാണം, ഓൺ സൈറ്റ് ഇൻസ്റ്റലേഷൻ എന്നിവ നിലവിൽ സമാന്തരമായി നടക്കുന്നുണ്ട് എന്ന് ശനിയാഴ്ച നിർമ്മാണ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഇറാനിയൻ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് എസ്ലാമി വിലയിരുത്തുന്നു. ആഭ്യന്തര വിദഗ്ധരുടെയും പ്രധാന കരാറുകാരുടെയും പങ്കാളി കമ്പനികളുടെയും പങ്കാളിത്തത്തോടെ പദ്ധതി ക്രമാനുഗതമായി പുരോഗമിക്കുകയാണ്. സമയപരിധി പാലിക്കുന്നുണ്ട്. സാധ്യമാകുന്നിടത്തെല്ലാം ആഭ്യന്തരമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് ഇറാൻ മുൻഗണന നൽകുന്നുണ്ട്. ഈ നയം പദ്ധതിക്കുള്ള മെറ്റീരിയലുകളും സേവനങ്ങളും നൽകുന്നതിൽ ഇറാനിയൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യാപകമായ പങ്കാളിത്തം സാധ്യമാക്കി. ഇറാനിയൻ കോൺട്രാക്ടർമാർ ജോലി ചെയ്യുന്ന ഏകദേശം 5600 തൊഴിലാളികൾ നിലവിൽ സ്ഥലത്ത് സജീവമാണ്. ഇറാന്റെ 7ാമത്തെ ദേശീയ വികസന പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ആദ്യ വർഷത്തിൽ യൂണിറ്റുകൾ ഘട്ടം ഘട്ടമായി പ്രവർത്തനക്ഷമമാകുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ ഏക വാണിജ്യ ആണവ നിലയമാണ് ബുഷ്ഹർ. ഇത് റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ റഷ്യൻ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. റഷ്യൻ നിർമ്മിത റിയാക്ടറുകൾക്ക് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരു ആണവ നിലയത്തിന് നേർക്കുണ്ടാകുന്ന ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമാണ്. ആണവ നിലയത്തിലെ ഇന്ധനത്തിന്റെ തണുപ്പിക്കൽ സംവിധാനത്തിനോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്കോ കേടുപാടുകൾ സംഭവിച്ചാൽ അത് വലിയ തോതിലുള്ള ആണവ ചോർച്ചയിലേക്ക് നയിക്കും. റഷ്യയുടെ സഹായത്തോടെയാണ് ആണവ നിലയം പ്രവർത്തിക്കുന്നത് എങ്കിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരന്തരമായ നിരീക്ഷണത്തിലാണ് ബുഷ്ഹർ. എന്നിരുന്നാലും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഈ നിരീക്ഷണങ്ങളുടെ ഫലപ്രാപ്തി ചോദ്യം ചെയ്യപ്പെടാം. 1986 അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ചെർണോബിൽ ഉണ്ടായ ആണവ ദുരന്തം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ അപകടങ്ങളിൽ ഒന്നാണ്. റിയാക്ടർ കോറിന് കേടുപാടുകൾ സംഭവിക്കുകയും വലിയ തോതിൽ റേഡിയേഷൻ പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വലിയ പ്രദേശങ്ങൾ വാസയോഗ്യമല്ലാതായി മാറുകയും ചെയ്തിരുന്നു. ബുഷ്ഹർ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ അതുപോലെയുള്ള ഒരു ദുരന്തം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം കേവലം ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിരിക്കില്ല ഒരിക്കലും, മറിച്ച് അത് ഒരു മേഖലയുടെ മുഴുവൻ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും മനുഷ്യന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളും തലമുറകളോളം നിലനിൽക്കുന്ന ദുരിതങ്ങളും ഇത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ആണവ ഭീഷണിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ബുഷ്ഹർ ആണവ നിലയം പേർഷ്യൻ ഗൾഫിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതൊക്കെ ഒരു ആണവ ചോർച്ചയുണ്ടായാൽ അത് ഗൾഫ് കടലിലെ ജലത്തെ മലിനമാക്കുകയും കടൽ സമ്പത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. ഇത് UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ സമീപ രാജ്യങ്ങളെയും സാരമായി ബാധിക്കും. കാറ്റുവഴിയും ജലം വഴിയും റേഡിയേഷൻ അതിവേഗം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനം, ജലശുദ്ധീകരണം, കൃഷി എന്നിവയെ ഇത് പ്രതികൂലമായി ബാധിക്കും. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗം ഇല്ലാതാവുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഈ ആണവ ഭീഷണി കേവലം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് മുഴുവൻ ഗൾഫ് മേഖലയുടെയും അതിനപ്പുറമുള്ള പ്രദേശങ്ങളുടെയും സുരക്ഷയും സന്തുലിതാവസ്ഥയും ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ബുഷ്ഹർ കെട്ടിപ്പൊക്കുമ്പോൾ ഇസ്രായേൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇറാന്റെ ബുഷ്ഹർ ആണവ നിലയത്തിന് നേരെ ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുകയാണ് എങ്കിൽ അത് ഇറാൻ ഇസ്രായേൽ മേഖലയെ മാത്രമല്ല മറിച്ച് UAE പല ഭാഗങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അപകടകരമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.